കൊല്ലത്തോട്ടാണേ വാ, ഞാൻ അങ്ങോട്ടാ. അപ്പോൾ പൊന്മാൻ OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും ഇതിൽ വില്ലനായിട്ട് വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സജിൻ ഗോപു ആണ്. പക്ഷെ പുള്ളിക്കാരൻ ശരിക്കും ഒരു വില്ലനാണോ? പടം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോയ ഒരാൾ ആണ്. പുള്ളിയുടെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നതൊക്കെ. ബേസിലും സജിൻ ഗോപുവും കൂടെ സംസാരിക്കുന്ന സമയത്തുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും പെട്ടുപോയി നിൽക്കുവാണ്, ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നടത്താനും മൂത്തതിന്റെ കെട്ടിച്ചതിന്റെ ബാക്കി കൊടുക്കാനും എന്നൊക്കെ. ആ കുടുംബത്തിലെ ഏക ആൺതരി മരിയാനാണ്. അപ്പൊ അവന് കിട്ടുന്ന സ്വർണത്തിന് പങ്ക് കിട്ടിയിട്ട് വേണം ഇതെല്ലാം വീട്ടാൻ എന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് നല്ല പൈസയുള്ള റിച്ചായ ഫാമിലിയെ കുറിച്ചൊന്നുമല്ല, മിഡിൽ ക്ലാസ് ഫാമിലീസിനെ കുറിച്ച് തന്നെയാണ്. അതാണ് മരിയാനയുടെ ഗതികേട് കൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞത്. പിന്നെ ആ ഒരു ക്യാരക്ടറെ ഞാൻ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ പുള്ളി പെട്ടുപോയത് തന്നെയാണ്. പുള്ളിയുടെ ചില എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് പുള്ളി ഇടുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സീനുണ്ട്. പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞ് ഇവര് അടുക്കളയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മരിയാനയുടെ അമ്മ പറയുന്നുണ്ട്, അവന് 1-2 ആലോചന വന്ന് നിൽപ്പുണ്ട്, 23 വരെ പറഞ്ഞു നിൽപ്പുണ്ട്, നിങ്ങൾ 25 പവൻ തീർത്ത് തരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധിച്ചതെന്ന്. അവിടെ തന്നെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, സ്വർണ്ണമാണ് അവർക്ക് ഇമ്പോർട്ടന്റ്, അല്ലാതെ പെണ്ണല്ല എന്ന്. അവിടെയും പെങ്ങളുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഓരോ അവസ്ഥകളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. തുടക്കത്തിൽ ബേസിലിന്റെ ക്യാരക്ടറൈസേഷൻ കണ്ടപ്പോൾ ഇവൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ മനസ്സിലാവും എന്തിനാണ് ബേസിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഈ ഒരു ഫിലിമിന്റെ സ്റ്റോറി ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത് പറഞ്ഞു വെക്കുന്ന രീതി നൈസാണ്. അത്രയ്ക്ക് ഇമോഷണൽ കണക്ഷനാണ് പടത്തിൽ സെക്കൻഡ് ഹാഫിലുള്ളത്. ബേസിൽ ലിജോ മോളോട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, നീ സൂക്ഷിച്ചോ, നീ കൊണ്ടുവന്ന സ്വർണം തീർന്നു കഴിഞ്ഞാൽ നിനക്കിവിടെ പട്ടിയുടെ വില പോലും കാണില്ല എന്ന്. ഇതന്നെയാണ് മിക്ക കല്യാണത്തിലും ഇപ്പോൾ സംഭവിക്കുന്നത്. മെയിൻലി ഈ ഒരു സിനിമ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. ശരിക്കും ഈ ഒരു പടത്തിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം തന്നെയാണ്, അല്ലാതെ മരിയാനയോ PP അജേഷോ ഒന്നുമല്ല. മനുഷ്യരുടെ ഓരോ അവസ്ഥകൾ കൊണ്ട് അവർ ചെയ്യുന്ന ഓരോ തെറ്റുകളാണ് ഈ ഒരു പടത്തിലെ ക്യാരക്ടേഴ്സൊക്കെ. അവസാന സീനിലായിട്ട് ബേസിലിന്റെ ക്യാരക്ടറെ ലിജോമോളുടെ ക്യാരക്ടറിന് ഇഷ്ടം തോന്നുന്നു എന്ന രീതിയിലാണ് പടം എൻഡ് ചെയ്യുന്നത്. സ്വർണം നോക്കി ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നുകൂടി ലിജോമോളുടെ ക്യാരക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറുടെ മാറ്റം ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ കർത്താവേ എന്ന് തുടക്കത്തിൽ പരാതിയായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സ്വർണത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നീട് അവസാനം സ്വർണം നോക്കി ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട എന്ന് പറയുന്നതും. അതായത് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് സ്വർണം വേണ്ട എന്ന് ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പമാണ് പടം എൻഡ് ചെയ്യുന്നതും. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.